നമുക്കിനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോകണം. സന്നിധാനത്ത് ഇന്നും അനിയന്ത്രിതമായ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ സാഹചര്യമാണ് 18-ാം പടിക്ക് മുകളിൽ ഉള്ളത്. താഴെ ബാരിക്കേഡുകൾ ചാടിക്കടന്നാണ് ഭക്തർ അകത്തേക്ക് കടക്കുന്നതെന്ന് അറിയുന്നു. പോലീസിന് നിയന്ത്രണം പാളിയതും കേന്ദ്രസേന ഇതുവരെ എത്താത്തതും തിരിച്ചടിയായി. തിരക്കിനെ തുടർന്ന് ദർശന സമയം 2 മണിവരെ നീട്ടിയിട്ടുണ്ട്. വി വിനോദ് സന്നിധാനത്ത് തത്സമയം വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, വലിയ തിരക്കാണ്. വിനോദിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു. ഇന്ന് അതിലും കൂടുതൽ ഭക്തർ എത്തുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇന്നും ഇന്നലെയുമായി ഓരോ ലക്ഷം ഭക്തർ മല ചവിട്ടി എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് 18-ാം പടിക്ക് വശത്തുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്തേക്ക് അടുക്കുമ്പോഴും വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. തിരക്ക് അനിയന്ത്രിതം എന്ന് തന്നെ പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എസ് ജയകുമാറിന്റെ വാക്കുകൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഭയപ്പെടുത്തുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഈ തിരക്ക് കണ്ടിട്ട് വലിയ ഭയം തോന്നുന്നു എന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഒരു വശത്ത്, അതായത് 18-ാം പടിക്ക് വശത്തുള്ള പടിക്കെട്ടുണ്ട്. ഈ പടിക്കെട്ട് വഴി ആളുകളെ മുകളിലേക്ക് കയറ്റുന്നു. ദർശനം തേടി, അതായത് നേരത്തെ ഇവിടെ എത്തുകയും അതിനുശേഷം ദർശനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ നാളികേരം ഉടച്ച ശേഷം പിന്നീട് വശത്തുകൂടി കയറുന്ന ആളുകളാണ്. അങ്ങനെ ഒരു വശത്തുകൂടി ഇത്രയും ആളുകൾ ഇങ്ങനെ കയറുന്ന കാഴ്ച ഇതിനു മുൻപുണ്ടായിട്ടില്ല. ആ തരത്തിലാണ് ഭക്തർ പല വഴികളിലൂടെ, മാളികപ്പുറത്തിന് വശത്തുകൂടിയുള്ള ഫ്ലൈ ഓവർ ഉണ്ട്, ആ വഴിയിലൂടെ ആളുകൾ ഇന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണം ചോദിക്കുന്നത്. കാരണം ശബരിമല വന്നിട്ട് ഇത്രയും മോശമായിട്ട് ശബരിമലയിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പമ്പയിൽ 2 മണിക്കൂർ മറ്റേ ടോക്കൺ ക്ലിയർ ചെയ്യാൻ നിർത്തി. 4 മണിക്ക് പമ്പയെ വന്നാണ്. സാധാരണ 4 മണിക്ക് പമ്പയെ വന്നാല് 11 മണിയാകുമ്പോഴേക്കും ദർശനം കഴിഞ്ഞിറങ്ങാനാണ്. 11 മണിയാകുമ്പോഴേക്കും ഈ നേരമായിട്ടും 18-ാം പടി കയറാൻ പറ്റില്ല. മാളികപ്പുറത്തേക്ക് ഇതിലേക്ക് ഏറ്റി വിട്ട് 18-ാം പടി കയറാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ആർക്കും അറിയില്ല ഏതിക്കോടെ 18-ാം പടി. ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ടെന്ന് അറിയാൻ പാടില്ല. പോലീസുകാരോട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ 4 മണിയുടെ ക്യൂ ചെയ്ത് ചുക്കുവെള്ളം മാത്രമാണ് കുടിച്ചിരിക്കുന്നത്. അത്രയും ആവശ്യമല്ലേ. നമുക്ക് എന്തോരം ചെറിയ പിള്ളേരുണ്ടെന്നറിയോ. നമ്മുടെ കാര്യം പോട്ടെന്നൊക്കെ. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ, ಸ್ವಾಮಿಯೇ ಶರಣಮ. ಸ್ವಾಮಿ ಬಹಳ ಕಷ್ಟ ಆಯ್ತದೆ ಜನಗಳಿಗೆ. ಮತ್ತೆ ಯಾವುದೇ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ. ಮೊದಲಿದೆ ಇಲ್ಲಿ ತುಂಬಾ ವ್ಯವಸ್ಥೆಗಳಿಲ್ಲ ಸ್ವಾಮಿ. ತುಂಬಾ ಕಷ್ಟ ಆಯ್ತದೆ. ಎಷ್ಟೋ ಜನ ದರ್ಶನ ಮಾಡನೆ ಹೋಯ್ತಿದ್ದಾರೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ವಾಪಸ್ ಹೋಯ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದರ್ಶನ ಮಾಡ್ತಾ ಇಲ್ಲ ಯಾರುವೆ. ತುಂಬಾ ಮಕ್ಕಳಿಗೆ ನೋವಾಗಿದೆ. ಮಕ್ಕಳು ಸ್ವಾಮಿ ಎಷ್ಟೋ ಜನಕ್ಕೆ ತುಂಬಾ ನೋವಾಗಿದೆ. 1000 ಕಿಲೋಮೀಟರ್ ಬಂದು ಮಾಡಿಲ್ಲ ಅಂತ ತುಂಬಾ ನೋವಿದೆ ಸರ್. ಇದರಲ್ಲಿ ಯಾವುದೇ ವ್ಯವಸ್ಥೆ ತುಂಬಾ ಕಮ್ಮಿ ಇದೆ ಸರ್. ഇത് നമുക്ക് മലയാളികളും കർണാടകയിൽ നിന്നുള്ള ആളുകളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ പ്രയാസമാണ് പറയുന്നത്. ದಯವಿಟ್ಟು ಕರ್ನಾಟಕದಿಂದಾಗ್ಲಿ ಹೊರಗಡೆಯಿಂದಾಗ್ಲಿ ದಯವಿಟ್ಟು ಈ ಕ್ಷಣಕ್ಕೆ ಯಾರೂ ಬರೋದು ಬೇಡ. ಕಾರಣ ಏನು ಅಂದ್ರೆ ನಮ್ ಕಣ್ಣು ಮುಂದೆ 4 ಜನ ಮಕ್ಕಳು ಸತ್ತೋದ್ರು ಸ್ವಾಮಿ. ಕಣ್ಣು ಮುಂದೆ ಉಳ್ಸಕ್ಕಾಗಿಲ್ಲ. ವಯಸ್ಸಾದವರು 4 ಜನ ವಾಪಸ್ ಕಳ್ಸಿದ್ವಿ. ನಾವು ಅಲ್ಲಿಂದ ಹೋಗ್ಬಿಟ್ಟು ವಾಪಸ್ ಬಂದ್ವಿ ಸ್ವಾಮಿ. ಕಣ್ಣಲ್ಲಿ ನೀರು ಬಂತು. ಜನಗಳಿಗೆ, ಇಲ್ಲಿರೋ ಜನಗಳಿಗೆ ಸಮೇತ നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സന്നിധാനത്തെ വലിയ തിരക്കാണ്. നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് വലിയ ക്യൂ വാഹനങ്ങളുടെയും മറ്റും അനുഭവപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസാധാരണമായ തിരക്കാണ്. വൃശ്ചികം തുടങ്ങി ഇന്ന് 3-ാം ദിവസമാകുമ്പോഴേക്കും ഭക്തലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നേരത്തെ തന്നെ ശ്രീ ജയകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്ന് സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പ്രധാനമാണ്. നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും ഒരു പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയ പശ്ചാത്തലം കൂടി ഉണ്ട്. അതോടൊപ്പം ഈ സ്പോട്ട് ബുക്കിങ്ങിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കും എന്നും ഇപ്പോൾ വിനോദ് തുടരാം. വിനോദ്, രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം, അതോടൊപ്പം ഈ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ലഘുഭക്ഷണം കിട്ടുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കൃത്യമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഭയമുണ്ടാകുന്നുവെന്നാണ്. മാത്രമല്ല, ഇവിടെ പല കരാറുകളും കൊടുത്തത് 16-ാം തീയതിയാണ്. അതായത് ജീവനക്കാരിൽ ഒരു വിഭാഗത്തിനുള്ള ഭക്ഷണത്തിനുള്ള കരാറ് നൽകിയത് 16-നാണ്. 16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15-ന് വൈകിട്ടാണ് നട തുറന്നത്. 16 എന്ന് പറയുമ്പോൾ വൃശ്ചിക പുലരിയാണ്. സീസൺ തുടങ്ങുന്ന മുഴുവൻ സമയം ദർശനം ലഭിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ഈ ഭാഗം കൂടി നമുക്ക് കാണാം.
രഞ്ജിത്ത്, ഈ നാളികേരം ഉടയ്ക്കുന്നത് പോലെ അവിടെ വലിയ തിരക്കായതുകൊണ്ട് സാധാരണ നാളികേരം ഉടയ്ക്കുന്നതിന് വശത്തെ ചുമരിൽ ഭക്തർ നാളികേരം ഉടയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് 18-ാം പടിക്ക് സമീപത്ത് നാളികേരം ഉടയ്ക്കാൻ കഴിയുന്നില്ല. അത്ര കണ്ട് ജനക്കൂട്ടം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിന് വശത്തെ ചുമരിൽ നാളികേരം ഉടയ്ക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എത്രമാത്രം ഭക്തരാണ് ഇവിടെ നാളികേരം ദേവസ്വം പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയകുമാർ, കേൾക്കാമെന്ന് കരുതുന്നു അല്ലേ? കേൾക്കാം. എന്താണ് സാർ ഒരു വലിയ ഭയാനകമായ സാഹചര്യം താങ്കൾ തന്നെ വിലയിരുത്തിയ പശ്ചാത്തലമുണ്ട്? ഉണ്ട്. കാരണം എന്ന് വെച്ചാല് ഇത്രയും നമ്മള് ക്രൗഡ് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ട്, ക്രൗഡ് വലയിലുണ്ട്, ഒരു 1 ലക്ഷം പേരുള്ള ഉണ്ടെങ്കിലും ഇപ്പോ മരക്കൂട്ടത്തുനിന്ന് ഏതോ ഒരു സാഹചര്യത്തില് അവിടെ എന്തൊരു ഷെഡ് ദുർബലമാണെന്ന് പറഞ്ഞിട്ട് പോലീസ് വേറൊരു വഴി കൂടെ ബെയിലി പാലത്തിലൂടെ ആളുകളെ സന്നിധാനത്തിലേക്ക് വിട്ടു. ആ വിട്ടവരിവിടെ വന്നപ്പോ അവരിവിടെ ബ്ലോക്കഡായി ആ ഒരു ലോവർ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ആശങ്കാജനകമായ വിഷ്വൽസിലൂടെ കണ്ടത്. ഇപ്പോ അവരെ മറ്റേ മീൻ ക്യൂവിലൂടെ കയറ്റി അവരെ തൊഴാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മണിവരെ ദർശന സമയവും നീട്ടി, ഉച്ചയ്ക്ക് അടച്ചില്ല. 2 മണിവരെ നീട്ടിയിരിക്കുകയാണ്. തന്ത്രി അതിന് സമ്മതിച്ചു. അങ്ങനെ ഇപ്പൊ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ആ ക്രൗഡ് ഇപ്പൊ അങ്ങ് മാറും. ആ ക്രൗഡ് മാറിക്കഴിഞ്ഞാൽ വേറൊരു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, ഒന്ന്, നിലയ്ക്കലിൽ ആളുകൾ ക്രമീകരിക്കണം. നിലയ്ക്കലിൽ നിന്ന് ആളുകൾ വരുന്നത് ഇവിടുത്തെ ഒരു സ്ഥിതിവിശേഷം നോക്കിയിട്ടേ പാടുള്ളൂ. ഞാൻ ശരീരത്തിൽ അത് കത്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പമ്പയില് പിന്നെ സ്പോട്ട് ബുക്കിംഗിലാണ് ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. 70,000 മറ്റേ ബുക്കിംഗ് തീർന്നു. അത് സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ 20,000 നിജപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം സ്പോട്ട് ബുക്കിംഗ് 20,000 പാടുള്ളൂ. കഴിഞ്ഞാൽ 20,000 സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുള്ളൂ. എന്നിട്ട് അതിൽ കൂടുതലാണെങ്കിൽ അവർ അടുത്ത ദിവസം അവർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കും എന്നുള്ള നിലയിലേക്ക് നിലയ്ക്കലിൽ നമ്മളിപ്പോ 7 പുതിയ ബുക്കിംഗ് കൗണ്ടറുകൾ ഇപ്പോൾ സജ്ജമാക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ സജ്ജമാവും. അതോടൊപ്പം തന്നെ ക്യൂ കോംപ്ലക്സുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരക്കൂട്ടം ടു ശരംകുത്തി വരെയുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 20 ക്യൂ കോംപ്ലക്സ് ഉണ്ട്. അത് നമ്മൾ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാക്കിയതാണ്. അവരവിടെ സുഖമായിട്ട് അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ആളുകൾ കയറുന്നില്ല. അതവിടെ കയറ്റണം. അവർക്ക് അവിടെ വെള്ളവും ബിസ്ക്കറ്റും ചുക്ക് കാപ്പിയും എല്ലാം കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളോടുകൂടി അവരെ അതിനകത്ത് ഇരുത്തി കഴിയുമ്പോൾ നമ്മൾ ഈ വലിയ ടെൻഷൻ മാറി കിട്ടും. 10,000 പേരോളം അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഇടയ്ക്കൊരു ആശങ്ക നമുക്കും ഉണ്ടായി. കാരണം വളരെ പെട്ടെന്ന് 100 ആളുകൾ വന്ന് അവിടെ ജാമായി ബാക്കി ക്യൂലിരിക്കുന്നവർ ബഹളം ഉണ്ടാക്കുന്നു. ഇപ്പൊ അത് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ പരിഹരിച്ചിട്ട് ഞാൻ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ള മട്ടിൽ ഞാനിവിടെ സന്നിധാനത്ത് തന്നെ നിൽക്കുകയാണ്. ഈ തിരക്ക് ഇത്ര ക്രമാതീതമായ തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാണോ, അതോ ഈ മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത ഒരു പ്രശ്നമായി എന്നുള്ളതാണോ? ഒന്നുമല്ല, രണ്ടുമല്ല. കാരണം പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ബുക്കിംഗ് ഉള്ളതല്ലേ. ബുക്കിംഗ് ഉള്ള സ്ഥിതിക്ക് നമ്മളിത് ഇത്രയും പ്രതീക്ഷിക്കേണ്ട. അതിനാണല്ലോ ഈ വിർച്വൽ ക്യൂ സമ്പ്രദായമൊക്കെ വന്നതില്ലെങ്കിൽ ആളുകൾ ഇഷ്ടം പോലെ വരും. ഇപ്പൊ നമുക്കറിയാമല്ലോ 70,000 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. 20,000 30,000 പേര് അല്ലാതെ ഉണ്ട്. നമുക്കറിയാം 1 ലക്ഷം പേര് വരും. പക്ഷെ വന്നു കഴിയുമ്പോഴും ഈ മലയിൽ എന്താണ് പ്രശ്നം? ഈ 18-ാം പടിയിലൂടെ കയറുന്നത് ഒരാള് ഒരു മിനിറ്റിൽ 80-90 പരമാവധി കയറുക. അവിടെ എന്തെങ്കിലുമൊക്കെ സ്ലോ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ബാക്ക്ലോഗ് അങ്ങ് താഴെ വരെ ഉണ്ടാകും. അപ്പൊ എപ്പോഴും എല്ലാ മിനിറ്റിലും 90 വെച്ച് ഇങ്ങനെ കയറിക്കൊള്ളുന്നില്ല. അവിടെ വയസ്സായ ഒരാൾ വരാം, കാല് വയ്യാത്ത ഒരാൾ വരാം. അപ്പൊ സ്ലോ ആവും. അത് 40 കുറയും. അതിന്റെ ബാക്ക്ലോഗ് വരും. അതുകൊണ്ട് ക്യൂ ഇല്ലാതിരിക്കില്ല, തള്ളില്ലാതിരിക്കില്ല. പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നിൽക്കുന്നതിനൊന്നും ഈ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ 4-5 മണിക്കൂർ നിർത്തുക എന്നുള്ളത് ക്രൂരമാണ്. അത് നമ്മൾ പമ്പയിൽ തന്നെ റെഗുലേറ്റ് ചെയ്ത് കയറ്റിയെങ്കിൽ മാത്രമേ അത് ഒഴിവാക്കാൻ സാധിക്കൂ. ഇന്നലെയൊക്കെ ആ റെഗുലേഷൻ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോ ഏതായാലും പറഞ്ഞിട്ടുണ്ട് നിലയ്ക്കലിൽ സ്റ്റോപ്പ് ചെയ്യണം. പമ്പയിലെ സ്ഥിതി നോക്കിയിട്ട് ആളുകളെ ഇട്ട് കയറ്റാൻ പാടുള്ളൂ. നന്ദി. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് നിയന്ത്രണാധീനമാണ്. അത് അങ്ങനെ ആശങ്കാജനകമായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ആശങ്ക നമുക്കും വന്നു. ശരി സാർ, നന്ദി പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 70,000 സ്പോട്ട് ബുക്കിംഗ്, വെർച്വൽ ക്യൂ വഴി വരിക. 20,000 ആളുകളെ സ്പോട്ട് ബുക്കിംഗ് ആയി നിജപ്പെടുത്തുമ്പോൾ 90,000 എന്ന കണക്കിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ വിനോദും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. നമ്മുടെ ക്യാമറാമാനും ഉണ്ട് അവിടെ. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ വിനോദ് കാണിച്ച ദൃശ്യങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പോകേണ്ടതായിരുന്നു. അവിടെ തേങ്ങ ഉടയ്ക്കുന്നതിനുള്ള അവിടെ ഭിത്തിയിൽ തേങ്ങ ഉടച്ച് ഭക്തർ മടങ്ങുന്ന സാഹചര്യമുണ്ട്. ഭക്തി സാന്ദ്രമായി ചെയ്യേണ്ട കാര്യമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് എന്നുള്ളതാണ്. അത്രത്തോളം തേങ്ങ ഉടയ്ക്കുന്ന വഴിപാട് നടക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണ്. വിനോദ്, ശരി, നമുക്ക് ആ വിശദാംശങ്ങളിലേക്കും ആ തിരക്കിലേക്കും പോകണം. വിനോദ്